തീരുന്നില്ല തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ. ചൊവ്വന്നൂരിൽ അവിടെ കോൺഗ്രസ് SDPI സഖ്യത്തിൽ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി തൃപ്തികരമല്ല എങ്കിൽ വർഗീസിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും DCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രതികരണം കൂടി. ചൊവ്വന്നൂര് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നിന്ന് ഉണ്ടായത്. SDPIയുടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്ന നിതീഷ്, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ സെബാറ്റ വർഗീസ് വൈസ് പ്രസിഡൻ്റായിട്ടുണ്ട്. 2 പേര് ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നടപടി ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ വിശദീകരണം തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവും. ജില്ലയിൽ വളരെ തുച്ഛമായ സ്ഥലങ്ങളിലാണ്, ഇങ്ങനെ 1-2 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. MS ലിഷോയി തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലിഷോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ VD സതീശൻ പ്രതികരണമുണ്ട്. ഇതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ 26 വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? അപ്പോൾ ജനങ്ങളുടെ മറുപടി എന്ന് വളരെ കുറച്ചൊരു വേണമെങ്കിൽ ഒരു അഹങ്കാരത്തിൻ്റെ സ്വരം വന്നോന്ന് എനിക്കറിയില്ല, എങ്കിലും കുറച്ച് ധൈര്യത്തോടെയൊക്കെ VD സതീശനെ പറയാൻ പ്രേരിപ്പിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 14 DCC അധ്യക്ഷന്മാരിൽ തൃശ്ശൂരിലെ DCC അധ്യക്ഷനാണ് ഈ വിജയത്തിൻ്റെ രസത്തിലും ആകെ കുഴഞ്ഞുപോയത്. ഒന്നുമില്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ മേയർ സ്ഥാനം ചൊല്ലിയുള്ള തമ്മിലടി, മറ്റത്തൂരിലുണ്ടായ ഈ കൂട്ടുകെട്ട്, ചൊവ്വന്നൂരിലുണ്ടായ SDPI പിന്തുണ, ഇതാകപ്പാടെ കോൺഗ്രസ് ആകെ ഒരു പെട്ടുപോയ അവസ്ഥയാണോ തൃശ്ശൂർ ജില്ലയിലാകെ? തീർച്ചയായും. അതായത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം സംസ്ഥാനത്തൊട്ടാകെ നടത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും തൃശ്ശൂരിൽ അത്ര വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ പാടെ പിന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഒന്നും തന്നെ നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ജില്ലയിലെ പാർട്ടി ഘടകങ്ങളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ചൊവ്വന്നൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ചൊവ്വന്നൂരിൽ പാർട്ടി ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തന്നെ പാർട്ടിക്ക് വിധേയനാകാതെ മറ്റൊരു ഇടത്തേക്ക് പോകുന്നു, SDPIയുമായുള്ള ഒരു കൂട്ടുകെട്ടിന് പോകുന്നു. അതിനുശേഷം വിജയിച്ച ശേഷം ഈ നിതീഷ് AM എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകനെ DCC പ്രസിഡന്റ് തന്നെ നേരിട്ട് വിളിച്ച് ഇത്തരത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ രാജിവെക്കാൻ ഒരുക്കമല്ല എന്ന് കൃത്യമായൊരു നിലപാട് തന്നെ അവിടെ പറയുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് DCCക്ക് പോലും വ്യക്തമാകാത്ത രീതിക്കുള്ള കാര്യങ്ങളാണ് ചൊവ്വന്നൂരിലായാലും. ചൊവ്വന്നൂരിൽ വർഗീസ് ചൊവ്വന്നൂരിൻ്റെ ഭാര്യയാണ് റബേക്ക വർഗീസ്. അവരാണ് ഇത് തന്നെ, അതായത് ഈ SDPIയുടെ പിന്തുണയുമായി കോൺഗ്രസും SDPIയും തമ്മിലൊരു സഖ്യത്തിൽ വൈസ് പ്രസിഡൻ്റായത്. നിതീഷാണ് ഈ ഒരു സഖ്യത്തിൽ തന്നെ പ്രസിഡൻ്റായത്. ഇവർ 2 പേരും ഇതുവരേക്കും രാജിവെച്ചിട്ടില്ല. KPCC തന്നെ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവർ രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. ഇനി രാജിവെക്കുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിശ്വാസമൊന്നും കൊണ്ടുവരാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു സഖ്യം അങ്ങനെ തന്നെ നിൽക്കുമെന്നുള്ളത് തന്നെയാണ് രാജിവെക്കാത്ത പക്ഷം. ശരി. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.